മൂന്നിൽ നിന്ന് 3 പോയാൽ എത്രയാ ടിൻഡു? സ്റ്റാറോ? അതെ, 3 പോയാ രാത്രി ആകാശത്ത് നോക്കിയാ പിന്നെ സ്റ്റാർ മാത്രല്ലേ കാണൂ. എടാ മണ്ട, 3 അല്ല 3. ഇപ്പൊ ഉദാഹരണത്തിന് നിനക്ക് 3 ദോശ തന്നു എന്ന് വിചാരിക്കുക. അതിൽ 3 എണ്ണോ നീ തിന്നു, ബാക്കി എന്തുണ്ടാവും? ബാക്കി ചട്നി ഉണ്ടാവും. എനിക്ക് സാമ്പാറാ ഇഷ്ടം. ചട്നി ഞാൻ കഴിക്കാറില്ല. ആ ചട്നി ബാക്കി ഉണ്ടാവും. ഓ, ഇതുപോലെ കുരുത്തം കെട്ട ഒരുത്തൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആവൂ, ഭാഗ്യം. എപ്പോഴെങ്കിലും അതിനുള്ള ഭാഗ്യം മാഷ്ക്ക് ഉണ്ടായല്ലോ. എനിക്ക് സന്തോഷായി. എന്ത് ചോദിച്ചാലും തർക്കുത്തരം. എല്ലാവരും അവരവരുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിന്ന് കോമ്പസും സ്കെയിലും എടുക്കൂ. എടാ ടിൻഡു, നിന്നോട് കൂടിയാ പറഞ്ഞത്. ഞാൻ കോമ്പസ് എടുത്തിട്ടില്ല. എന്താ എടുത്തിട്ട് പൊന്തിയില്ലേ? അത് വീട്ടിലാ. അതെന്താ വീട്ടിൽ നിന്ന് എടുക്കാത്തതെന്നാ ചോദിച്ചത്. അത് ഞാൻ അമ്മയ്ക്ക് പപ്പടം കുത്താൻ കൊടുത്തതാ. രാവിലെ അടുക്കളയിൽ നിന്ന് എടുക്കാൻ മറന്നു. പപ്പടം കുത്താനോ? എടാ, പപ്പടം കുത്താനാണോടാ കോമ്പസ് ഉപയോഗിക്കുന്നത്? നിനക്കൊന്നും വിവരമില്ലേ? അത് പിന്നെ സാറല്ലേ പറഞ്ഞത്. പഠിക്കാനുള്ള ബുക്കും ബോക്സും ഒക്കെ അതേപടി വീട്ടിൽ വെക്കാതെ ഇതൊക്കെ തുറന്നു നോക്കിയൊന്ന് ഉപയോഗിക്കൊക്കെ വേണമെന്ന്. അതിന് പപ്പടം കുത്താൻ കോമ്പസ് ഉപയോഗിക്കണമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ കുറെ ചിന്തിച്ചു. എന്തായാലും പല്ല് കുത്താനും ചെവി തോണ്ടാനും ഒന്നും കോമ്പസ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. പപ്പടം കുത്താനെങ്കിലും അത് ഉപയോഗിക്കട്ടെ എന്ന് കരുതി. മോനെ ടിൻഡു, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, നീ നിന്റെ പാഠപുസ്തകങ്ങളൊക്കെ ദിവസവും വായിക്കണം. ദിവസവും നമ്മൾ പത്രം വായിക്കാറുണ്ടല്ലോ, അതുപോലെ നമ്മൾ പാഠപുസ്തകങ്ങളും ദിവസവും വായിക്കണം. പത്രം വായിക്കുന്നത് പോലെയാണോ സാറേ പാഠപുസ്തകം വായിക്കുന്നേ? പത്രം വായിച്ചാ പുതിയ സിനിമ റിലീസിനെ കുറിച്ചറിയാം. ഇന്ന് ഏതൊക്കെ സിനിമയാ കളിക്കുന്നതെന്ന് അറിയാം. പുതിയ പുതിയ പീഡന കഥകൾ അറിയാം. അങ്ങനെ എന്തൊക്കെയാ. അതുപോലെയാണോ പാഠപുസ്തകം? പാഠപുസ്തകം വായിച്ചിട്ട് എന്താ കിട്ടുക? മോനെ ടിൻഡു, പാഠപുസ്തകത്തിൽ അറിവുണ്ട്. അരി എന്റെ വീട്ടിലുണ്ട്. എടാ മണ്ട, അരിയല്ല അറിവ് എന്ന് വെച്ചാൽ വിവരം, ജനറൽ നോളജ്. മനസ്സിലായോ? ഓ, അത്യാവശ്യത്തിനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സാർ ധൈര്യമായി ചോദിക്കേ. എന്നാ പിടിച്ചോ. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിമാൻ ആരാണ്? അതായത് നല്ല ശക്തിയുള്ള ആൾ. പറയൂ, ആരാണ്? മടിയൻ. മടിയൻ എങ്ങനെ ശക്തി ഉണ്ടാവും? ഇതാ പറഞ്ഞത് നിനക്കറിവില്ലെന്ന്. എന്റെ സാറേ, ഞാൻ പറഞ്ഞത് ശരിയാ. സാറല്ലേ പറഞ്ഞത് മടിയൻ മല ചുമക്കുമെന്ന്. ഒരു മല ഒറ്റയ്ക്ക് ചുമക്കണെങ്കിലേ നല്ല ശക്തി വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്.